ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യൻ ഫോഴ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോൾ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കോൾ റെക്കോർഡിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട് SSC-GD യുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയർ ആവും. അപ്പോൾ SSC-GD 2018 മെഡിക്കൽ ഫിറ്റായ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ അഡീഷണൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ റീമെഡിക്കൽ കാൻഡിഡേറ്റ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ്. हेलो हेलो बताइए क्या नाम? सर, पश्चिम बंगाल से बोल रहे हैं अंकन देवनाथ सर. देवनाथ। हाँ सर. सर आज थोड़ा इन्फॉर्मेशन चाहिए था तो इसलिए कॉल किया सर. इन्फॉर्मेशन मिलेगा, मोबाइल नंबर बताओ तो. हाँ सर, 8389. बोलो क्या चाहिए? सर ये पूछना था कि आप सर RME चल रहा है, अभी जो एडिशनल कैंडिडेट है उन लोगों का रीमेडिकल कब करवाया जाएगा? इसी बीच में करा दिया जाएगा, आपको पता नहीं चलेगा. हमको पता नहीं चलेगा सर. उन लोगों का एडमिट कार्ड वगैरह जब आएगा CRPF के द्वारा नोटिस प्राप्त नहीं होगा? आपको इसलिए नहीं चलेगा कि आप फिट कैंडिडेट हैं. नहीं सर, मेरे भी दोस्त लोग हैं ना, तो वो थोड़ा पूछते हैं मेरे से, तो मैं उनको बोलता हूँ कि सर CRPF में बात करके बताते हैं आप लोगों को. और नोटिस दे दिया जाएगा और उनका एडमिट कार्ड इशू करा दिया जाएगा और इसी बीच में वो भी जाके दे देंगे. अच्छा अच्छा, ये RME के बीच में हो जाएगा ना उन लोगों का सर? बिल्कुल हो जाना चाहिए. अच्छा अच्छा. और सर एक बात सर, फाइनल मेरिट लिस्ट कब तक आने का संभावना है सर? फाइनल मेरी जनवरी फरवरी से पहले कहाँ पर? जनवरी तक आ जाएगा ना? उम्मीद है, कोई लिखित में तो है नहीं. लिखित में नहीं, तभी भी एक टेंटेटिव शेड्यूल तो होता ही है कि अब तक काम को निपटाना है. लास्ट तक मान के चलिए. हाँ, तो जनवरी तक मान के चलते हैं कि जनवरी फरवरी तक आ जाएगा कंफर्मली. क्योंकि सर SSC ने जो टेंटेटिव कैलेंडर दिया था 2 दिन पहले, उसमें सर आने वाले वैकेंसी के ऊपर भी डिक्लेरेशन कर दिया कि मार्च तक आने वाले जो वैकेंसी है GD भर्ती 2020-21, तो उससे पहले हम लोगों का हो जाएगा ना सर ज्वाइनिंग वगैरह? हाँ. कब हो जाएगा? हाँ सर, मेरिट दे दिया तो कितने दिन के अंदर में ज्वाइनिंग करवा लिया जाएगा सर? 1.5 महीना. 1.5 महीने के अंदर में. और सर लास्ट एक बात सर, और कुछ नहीं पूछेंगे सर, वैकेंसी इंक्रीज होने का कोई संभावना है क्या सर? नहीं. हाँ सर? नहीं है. नहीं है? नहीं. ठीक है. अभी तो सर बहुत सारा वैकेंसी अर्धसैनिक बल में खाली है, तो चाहे तो हम लोगों के साथ जोड़ के ज्वाइनिंग करवा सकते हैं सर. कुछ हो सकता है कि नहीं सर वैकेंसी इंक्रीज? नहीं. ठीक है सर, यही पूछना था मेरिट के बारे में और RME एडिशनल के RME के बारे में. ठीक है सर, थैंक यू. जय हिंद. അപ്പോൾ ഈ ഒരു വോയിസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീമെഡിക്കലുള്ള കാൻഡിഡേറ്റ് എന്താണ് ഈ ഒരു CRPFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്, അഡീഷണൽ കാൻഡിഡേറ്റ്സിന് റീമെഡിക്കൽ എപ്പോഴാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റീമെഡിക്കൽ ഇപ്പോൾ നടക്കുന്ന റീമെഡിക്കൽ ഫസ്റ്റ് ടൈം മെഡിക്കൽ ഫിറ്റായ കാൻഡിഡേറ്റ്സിൻ്റെ റീമെഡിക്കൽ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നടത്തി തീർക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കറിയാം റീമെഡിക്കൽ അഡീഷണൽ കാൻഡിഡേറ്റ്സിന് ഇതുവരെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അപ്പോൾ അവർ അഡ്മിറ്റ് കാർഡെന്ന് പറയുന്നത് നവംബർ 10 വരെയാണ് ഈ ഒരു റീമെഡിക്കൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നടക്കും എന്നിപ്പം ഇവർ ഈ ഒരു CRPF ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ അഡ്മിറ്റ് കാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നോട്ടീസ് എന്തായാലും CRPFൻ്റെ സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ SSCയുടെ സൈറ്റിലും അഡീഷണൽ കാൻഡിഡേറ്റ്സിൻ്റെ റീമെഡിക്കലിനുള്ള നോട്ടീസ് വരുന്നത്. അപ്പോൾ അഡീഷണൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും SSCയുടെ സൈറ്റും CRPFൻ്റെ സൈറ്റും നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അഡീഷണൽ കാൻഡിഡേറ്റ്സിന് നവംബർ മാസത്തിൽ തന്നെ അവരെയും റീമെഡിക്കൽ നടക്കും എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളിപ്പോൾ നവംബറിൽ റീമെഡിക്കൽ അഡീഷണൽ കാൻഡിഡേറ്റ്സിന് നടക്കും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്
അവർ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ ഒരുമിച്ചായിരിക്കും വരാനുള്ള ചാൻസ്. അപ്പോൾ 2017 അഡീഷണൽ കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് ലിസ്റ്റാണ്. ഞാനും അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയ കാര്യം അവരുടെയും റീമെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. അത് ഒരു കാര്യം അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്. പിന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോയിനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജോയിനിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മെറിറ്റ് ലിസ്റ്റ് വന്ന് 1.5 മാസത്തിനകത്ത് ജോയിനിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരിയോട് കൂടി തന്നെ ഈ ഒരു മെറിറ്റ് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞ് ജോയിനിങ് ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആവും ഈ ഒരു റീമെഡിക്കൽ കഴിഞ്ഞ് മെറിറ്റ് ലിസ്റ്റ് ഇട്ട് നമുക്ക് ജോയിനിങ് ആകുമ്പോഴത്തേക്കും. അത് രണ്ടാമത്തെ ഒരു പോയിന്റ് നിങ്ങളോട് പറയാനുണ്ടെന്ന്. പിന്നെ അതിനകത്ത് കുറച്ച് പേർക്ക് ഇനിയിപ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഈ ഒരു മെഡിക്കലിൻ്റെ വാലിഡിറ്റി കഴിയില്ലേ, അപ്പോൾ വീണ്ടും ഒരു മെഡിക്കൽ നടത്തുമെന്ന്. അപ്പോൾ അത് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. അത് വേറെ CRPFൻ്റെ നമ്മൾ തിരുവനന്തപുരത്താണെങ്കിലും CRPF ഹെഡ് ക്വാർട്ടേഴ്സിൽ അല്ലാതെ വിളിച്ച് ചോദിച്ചപ്പോഴാണെങ്കിലും പറഞ്ഞ കാര്യം, മെഡിക്കലിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാലും ഇനിയൊരു മെഡിക്കൽ നടത്തത്തില്ല. എല്ലാവരും അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മെഡിക്കൽ ഉണ്ടാവും, യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ. അതിലങ്ങനെ ആരെയും ഔട്ടാക്കാറില്ല. അപ്പോൾ അതാരും പേടിക്കേണ്ട കാര്യവുമില്ല. അത് ഒരു കാര്യം. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,25,000 വേക്കൻസിയോളം കേന്ദ്ര സർക്കാർ ഈ ഒരു അർദ്ധസൈനിക ബലത്തിൽ ഫില്ല് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വേക്കൻസി ഇപ്പോഴത്തെ 2018 SSC GDയിൽ വേക്കൻസി കൂടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൂടാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫേക്കായിട്ട് പറയുന്നുണ്ട് ഈ ഒരു വേക്കൻസി കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ SSC GD കാൻഡിഡേറ്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.